എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ് ആറ്റിങ്ങൽ. നമ്മളിന്ന് ഒരു കണക്കിന്റെ കുട്ടൻസുമായിട്ട് പോവുകയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. സമയം വളരെ കുറവാണ്. ഇതിപ്പോ നിങ്ങൾ ഏത് തന്നെ സംഖ്യ മനസ്സിൽ വിചാരിച്ചാലും അത് എത്ര വലുതായാലും ശരി ചെറുതായാലും ശരി ഒന്നിൽ താഴെ പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കാണ്. ഇനി അതിന്റെ ചില കുറുക്കു വഴികളിലൂടെയുള്ള കണക്കുകളിലൂടെ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നു, ഇതിനെ ഞാൻ വിചാരിക്കുന്ന ഒരു സംഖ്യയിലേക്ക് എത്തിക്കുന്നു. അപ്പൊ നമുക്ക് സമയം കളയുന്നില്ല. ഒരു പേപ്പർ കയ്യിലെടുത്ത് അപ്പൊ ഇവിടെ നമ്മള് ഒരു സംഖ്യ, നിങ്ങൾ ഇഷ്ടമുള്ള ഒരു സംഖ്യ വിചാരിക്കുക. അതിനോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുക. ആ സംഖ്യ അതേ സംഖ്യ കൊണ്ട് തന്നെ കൂട്ടുക. അതായത് ഉദാഹരണം കാണിച്ചു കഴിഞ്ഞാല് നിങ്ങളിപ്പോ വിചാരിച്ചത് 7 ആണെന്ന് കരുതുക. അതിനോട് നിങ്ങൾ തിരഞ്ഞെടുത്ത സംഖ്യ, ഇഷ്ടമുള്ള സംഖ്യ 4 ആണെന്നും കരുതുക. അങ്ങനെയാണെങ്കിൽ 7 × 4 = 28. അപ്പൊ 28ന്റെ കൂടെ അതേ സംഖ്യ തന്നെ 4 തന്നെ കൂട്ടുമ്പോൾ 32. ആ 3 + 2 32നെ രണ്ടക്കമായതുകൊണ്ടാണ് ആ 32നെ തമ്മിലൊന്ന് കൂട്ടിയിട്ട്, അതായത് 3 + 2 = 5 എന്ന രീതിയിൽ ആക്കുക. ഇനിയിപ്പോ നമുക്ക് കഷ്ടകാലത്തിന് കിട്ടിപ്പോയത് 218 അങ്ങനെയൊക്കെയുള്ള ഒരു സംഖ്യയാണെന്ന് വിചാരിക്കട്ടെ. അപ്പൊ നമ്മൾ തമ്മിൽ കൂട്ടി എന്താ സംഭവിക്കുക? 2 + 1 + 8 = 11. അതായത് കൂട്ടി കിട്ടിയ ഉത്തരവും ഇരട്ടയക്കമാണ്. അങ്ങനെ വന്നാൽ അവിടെ നിർത്തരുത്, വീണ്ടും തമ്മിൽ ഒന്നുകൂടെ കൂട്ടുക. അപ്പൊ 1 + 1 = 2. ഇങ്ങനെ ഒറ്റ സംഖ്യ ആകുന്നത് വരെ കൂട്ടിക്കൊണ്ടിരിക്കുക. നമുക്ക് തിരികെ കണക്കിലേക്ക് പോവാം. അപ്പൊ നമ്മള് കണക്ക് കൂട്ടിയാൽ ആ ഉത്തരത്തിനോട് നേരത്തെ മുൻപ് ചെയ്തതുപോലെ തന്നെ ഇനി ഞാൻ ആരംഭിക്കുന്നു 3 കൊണ്ട് ഗുണിച്ച ശേഷം 3 കൂട്ടുക. അതിനെ നേരത്തെ പറഞ്ഞതുപോലെ തമ്മിൽ കൂട്ടി ഒറ്റ അക്കമാക്കി മാറ്റുക. വീണ്ടും നമ്മള് ആ കിട്ടിയ ഉത്തരത്തിനെ 5 കൊണ്ട് ഗുണിക്കുക. അതിനോട് 5 കൂട്ടുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തമ്മിൽ കൂട്ടി ഒറ്റ അക്കമാക്കി മാറ്റുക. വീണ്ടും നമ്മളതിനെ 7 കൊണ്ട് ഗുണിക്കുക. അതിനെ 7 കൂട്ടുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒറ്റ അക്കമാക്കി മാറ്റുക. വീണ്ടും നമ്മൾ കിട്ടിയ ഉത്തരത്തിനെ 9 കൊണ്ട് ഗുണിക്കുക. അതിനുശേഷം 9 കൂട്ടുക. ഇനി ഞാൻ പറയണ്ടല്ലോ, വീണ്ടും അതിനെ ഒറ്റ അക്കമാക്കി മാറ്റുക. വീണ്ടും നമ്മൾ അതിന് കിട്ടിയ ഉത്തരത്തിനെ ഇനി നമ്മൾ താഴേക്ക് വരുന്നു, 8 കൊണ്ട് ഗുണിക്കുക. അതിനുശേഷം 8 കൂട്ടുക. കൂട്ടിയപ്പോൾ നമുക്ക് ഇനി കിട്ടിയ ഉത്തരത്തിനെ വീണ്ടും ഒറ്റ അക്കമാക്കി മാറ്റുക. എല്ലാം റിപ്പീറ്റ് ആണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ 6 കൊണ്ട് ഗുണിക്കുക, 6 കൂട്ടുക. വീണ്ടും നമ്മൾ 4 കൊണ്ട് ഗുണിക്കുക, 4 കൂട്ടുക, ഒറ്റ അക്കമാക്കി മാറ്റുക. ഇപ്പൊ കിട്ടിയ ഉത്തരത്തിനെ നമ്മൾ ഒറ്റ അക്കമാക്കി. ഇനി നിങ്ങൾ ഈ കിട്ടിയ സംഖ്യയിൽ നിന്നും 4 കുറച്ചാൽ നിങ്ങൾ ഇനി ഏത് സംഖ്യ വിചാരിച്ചവരായാലും ശരി, നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 0 അപ്പൊ കുട്ടൻസ് പിടി കിട്ടിയവര് മറ്റുള്ളവരിലേക്ക് അറിയുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോ വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.